രാഷ്ട്രീയത്തിൽ ചിലപ്പോഴൊക്കെ ചില വീഴ്ചകൾ മറ്റു ചിലർക്ക് വലിയ നിയോഗങ്ങളിലേക്കുള്ള വഴിതുറക്കലാകാറുണ്ട്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് സംഭവിച്ച രാഷ്ട്രീയ ബുദ്ധിമോശവും അച്ചടക്ക ലംഘനങ്ങളുമാണ് ഒടുവിൽ അഡ്വക്കേറ്റ് OJ ജനീഷ് എന്ന 37-കാരനെ VD സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിപദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അമരക്കാരൻ എന്ന പദവി കൈവന്നതുകൊണ്ട് മാത്രമാണ് ജനീഷിന് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് പോലും ലഭിച്ചത്. അതും LDFന്റെ ഉരുക്കുകോട്ടയായ കൊടുങ്ങല്ലൂരിൽ. ആരും ജയിക്കില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ നിന്നും ഉജ്ജ്വല വിജയം നേടി നിയമസഭയിലേക്കും അവിടെ നിന്ന് നേരെ ക്യാബിനറ്റിലേക്കും ജനീഷ് നടന്നുകയറുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ അത്യപൂർവമായ ഒരു കുതിച്ചുചാട്ടമായി മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്ക് പിന്നാലെ ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ടാണ് ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത്. ഈ പദവിയുടെ കരുത്തിലാണ് കൊടുങ്ങല്ലൂരിൽ ജനീഷ് സ്ഥാനാർത്ഥിയാകുന്നത്. എന്നാൽ ഇടതുകോട്ടയായ കൊടുങ്ങല്ലൂരിൽ ജനീഷിന് തുണയായത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാത്രമല്ല, മണ്ഡലത്തിലെ ശക്തമായ വിശ്വാസഘടകം കൂടിയാണ്. ശബരിമല വിഷയത്തിലടക്കം കഴിഞ്ഞ കാലങ്ങളിൽ CPM കാണിച്ച മണ്ടത്തരങ്ങളും കടുംപിടുത്തങ്ങളും മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം സാധാരണക്കാരായ വിശ്വാസികളെ വേദനിപ്പിച്ചിരുന്നു. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ഈ നെരിപ്പോടും അണിയറയിൽ പുകയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഇടതു ക്യാമ്പിലെ കടുത്ത വിശ്വാസികൾ പോലും CPMന്റെ നിലപാടുകളോട് വിയോജിച്ച് ജനീഷിൽ വിശ്വാസമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ എന്ന പുണ്യക്ഷേത്ര നഗരത്തിന്റെ മണ്ണിൽ കന്നി അംഗത്തിനിറങ്ങിയ ജനീഷിനെ തുണച്ചത് ഈ വിശ്വാസശക്തി തന്നെയാണ്. ആരും സാധ്യത കൽപ്പിക്കാതിരുന്ന മണ്ഡലത്തിൽ CPIയുടെ സിറ്റിംഗ് MLAയും ശക്തനുമായ VR സുനിൽകുമാറിനെ 8308 വോട്ടുകൾക്ക് അട്ടിമറിക്കാൻ ജനീഷിന് കഴിഞ്ഞത് കൊടുങ്ങല്ലൂരിലെ ഈ വോട്ടുമറിച്ചിൽ കൊണ്ടുകൂടിയായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് യാതൊരുവിധ രാഷ്ട്രീയ ഗോഡ്ഫാദറുമില്ലാതെ സമരമുഖങ്ങളിൽ പടപുരുതി കയറി വന്ന നേതാവാണ് OJ ജനീഷ്. തൃശൂർ ജില്ലയിലെ മാള സ്വദേശിയായ ജനീഷ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസ് നേതൃനിരയിലേക്ക് ഉയർന്നു വന്നത്. പെരുമ്പാവൂർ പോളിടെക്നിക്കിലെ KSU യൂണിറ്റ് പ്രസിഡന്റായിട്ടായിരുന്നു തുടക്കം. പിന്നീട് 2007 KSU മാള നിയോജക മണ്ഡലം പ്രസിഡന്റ്, 2012 തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. 2017 KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയതോടെയാണ് ജനീഷ് ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച കാലയളവിൽ പിണറായി സർക്കാരിനെതിരെയുള്ള നിരവധി ജനകീയ സമരങ്ങൾക്ക് ജനീഷ് തൃശൂരിൽ നേതൃത്വം നൽകി. സമരമുഖങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന ജനീഷിന്റെ പേരിൽ രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട് 60-ലധികം കേസുകൾ നിലവിലുണ്ട്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും BBA LLB ബിരുദം നേടിയ ജനീഷ് അഭിഭാഷകൻ കൂടിയാണ്. 2025 ഒക്ടോബറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്ന് കടുത്ത ഗ്രൂപ്പ് തർക്കങ്ങൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഹൈക്കമാൻഡ് OJ ജനീഷിനെ നിയമിക്കുന്നത്. ഷാഫി പറമ്പിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒരുപോലെ പിന്തുണച്ചതോടെയാണ് ജനീഷിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ലഭിക്കുന്നത്. 1.5 പതിറ്റാണ്ടിന് ശേഷം A ഗ്രൂപ്പിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നഷ്ടമായ ആ ചരിത്രപരമായ ചുവടുമാറ്റത്തിന് പിന്നിൽ ജനീഷ് എന്ന KC ഗ്രൂപ്പുകാരനായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നേടിയ അട്ടിമറി വിജയം ജനീഷിന്റെ രാഷ്ട്രീയ ഗ്രാഫ് കുത്തനെ ഉയർത്തി. പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിൽ തൃശൂർ ജില്ലയ്ക്ക് കോൺഗ്രസ് കോട്ടയിൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ശക്തമായപ്പോൾ KC വേണുഗോപാൽ പക്ഷം യാതൊരു മടിയുമില്ലാതെ മുന്നോട്ട് വെച്ചത് ജനീഷിന്റെ പേരായിരുന്നു. സംഘടനാ രംഗത്തെ വീര്യവും കൊടുങ്ങല്ലൂരിലെ അത്ഭുത വിജയവും കണക്കിലെടുത്ത് ഈ യുവനേതാവിനെ സതീശൻ മന്ത്രിസഭയിലെ നിർണായക പദവിയിലേക്ക് ഹൈക്കമാൻഡ് നിയോഗിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ UDF മന്ത്രിസഭയിലെ ഏറ്റവും ശ്രദ്ധേയനായ യുവമുഖമായി ജനീഷ് മാറുമെന്നതിൽ സംശയമില്ല.